ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ചെറിയ പെരുന്നാളൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചിട്ടുണ്ടാവൂലേ? എല്ലാവരും അവനവൻ്റെ വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടാവും. അതേപോലെ ട്രിപ്പൊക്കെ പോയവരൊക്കെ ഉണ്ടാവൂലേ? നമ്മൾ ട്രിപ്പൊന്നും പോയിട്ടില്ല കേട്ടോ. ഇൻഷാ അല്ലാ ഇപ്പം 10ാം ക്ലാസ്സിൽ എക്സാം അല്ലേ മഞ്ജുമോൾക്കൊക്കെ. അപ്പോൾ ഇനി എക്സാം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് എങ്ങോട്ടേലൊക്കെ പോവാൻ പറഞ്ഞാണ്ട് നിൽക്കുകയാണേ. പിന്നെ ഞങ്ങൾ ചെറിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോ അധികം കൂട്ടുകാരൊന്നും കണ്ടിട്ടില്ല, എന്നാൽ കുറച്ച് കൂട്ടുകാരൊക്കെ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇന്നലത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ. നമുക്ക് കാറ്ററിങ്ങിൻ്റെ ഓർഡറൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല തിരക്കേനും. അപ്പോൾ കുട്ടികളൊക്കെ രാവിലെ എൻ്റെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിന് കേട്ടോ. രാവിലെ പറഞ്ഞാൽ റിച്ചുമോ പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം അതേപോലെ ഐഫക്കുട്ടിയും മഞ്ജുമോളും ചിഞ്ചുമോളും ഒക്കെ ഒരു മക്കൾ 4 ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേന് വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിന്. തറവാട്ടിലൊക്കെ പോയി വന്നിട്ട് പിന്നെ അങ്ങനെ ഒരു പോന്നതിന്. പിന്നെ എനിക്ക് ആ നേരത്തെ ഒന്നും വീട്ടിലേക്ക് പോരാൻ പറ്റിയിട്ടില്ല. കാരണം ഇത് കണ്ടോ, ഇതൊക്കെ എനിക്ക് വൃത്തിയാക്കാനുള്ളതേനും. നമ്മളെ ചോറൊക്കെ ദമ്മിട്ട് ചോറൊക്കെ പിന്നെ എല്ലാവരും കൊണ്ടുപോയി. പിന്നെ നമ്മളെ കിച്ചണ് മുകളിലാണല്ലോ ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് പാത്രങ്ങളുണ്ട് കഴുകാൻ, അതൊക്കെ താഴെ കൊണ്ടുവയ്ക്കാനും വീട് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനും ബാവുക്കാക്കും പോകുന്നത് കേട്ടോ. ആദ്യം തറവാട് വീട്ടിൽ പോയി ഉമ്മാനെയും അനിയത്തിക്കുട്ടിനെയൊക്കെ കണ്ട് അവിടെ ഇളച്ചിയും നാത്തൂനും ഒക്കെ ഓരോക്കെ ഉണ്ടായിന്. അപ്പോൾ അവിടുന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഉമ്മാനെ വീഡിയോയിൽ കാണിക്കാനും പറ്റില്ലല്ലോ, അപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ എൻ്റെ വീട്ടിലെത്തി. അപ്പോൾ പെരുന്നാൾ ചോറ് കഴിക്കണത് എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. ബാബു പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഉച്ചക്കാണ് ഞങ്ങൾ പോയത്. സാധാരണ നമ്മൾ പെരുന്നാൾ ചോറ് രാവിലെ കഴിക്കണതാണ്, രാവിലെ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ അങ്ങനെ കഴിക്കണതാണ്. അപ്പോൾ പ്രാവശ്യം നമ്മൾ വീട്ടിൽ പെരുന്നാൾ കഴിച്ചിട്ടില്ലേനല്ലോ. പിന്നെ പത്തിരിയൊക്കെ ഉണ്ടായിന് കേട്ടോ, പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിന്. അപ്പോൾ അതൊക്കെയാണ് രാവിലെ ഞങ്ങൾ കഴിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ഫ്രൈഡ് റൈസും അതേപോലെ ചിക്കൻ്റെ ഗ്രേവിയും പിന്നെ ബീഫ് വരട്ടിയതും സേമിയ പായസമൊക്കെ ഉണ്ടാക്കിന് കേട്ടോ അമ്മ. ഫ്രൈഡ് റൈസ് നാത്തൂനാട്ടോ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിനും ഫുഡൊക്കെ. അപ്പോൾ നല്ല അടിപൊളി പായസം ഉണ്ട്. പായസം നല്ല മധുരം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1/2 ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. ഷുഗർ കൂടുതലാവേ അത് വിചാരിച്ചിട്ട്. എനിക്ക് ഉമ്മ ഉണ്ടാക്കുന്ന സേമിയ പായസം നല്ല ഇഷ്ടമാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പം കൂടുതൽ കഴിക്കണ്ട വിചാരിച്ചിട്ട് 1/2 ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ടോ. ഫ്രൈഡ് റൈസും ചിക്കൻ്റെ ഗ്രേവിയും ബീഫ് വരട്ടിയതും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അങ്ങനെ പെരുന്നാൾ ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തൊക്കെ ചെയ്തു. പിന്നെ വെയിലാറിയപ്പോൾ സാധാരണ ഞങ്ങൾ പെരുന്നാളിന് ഞങ്ങളെപ്പം ഉണ്ടാവണം അന്നേ ഞങ്ങൾ മൂത്താപ്പാരെ വീട്ടിൽ കൂടെയൊക്കെ പോകും, ഉപ്പാൻ്റെ ജ്യേഷ്ഠന്മാരെ വീട്ടിൽ കൂടെയൊക്കെ. അപ്പോൾ അത് കുട്ടികൾക്കും ശീലമായിക്കണം. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ പറയണം, നമുക്ക് മൂത്താപ്പാരെ വീട്ടിൽ കൂടെ പോവല്ലേ പറഞ്ഞാണ്ട്. അപ്പം ഓർക്ക് നമ്മൾ പിന്നെ ട്രിപ്പൊന്നും പോയിട്ടൊന്നുമില്ലല്ലോ, അപ്പോൾ ഓർക്ക് എങ്ങോട്ടേലൊക്കെ പോവും വേണം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോവാൻ വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ നടന്നാണ് പോണത്. ഇപ്പോഴുള്ള ആൾക്കാരൊന്നും ഇങ്ങനെ നടന്നൊന്നും അധികം പോകില്ലല്ലേ, ഞങ്ങളിപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് മൂത്താപ്പാരെ വീടൊക്കെ. എനിക്ക് 4 മൂത്താപ്പാരുണ്ട്. പിന്നെ ഞങ്ങളെ വല്യമ്മക്ക് 5 ആൺകുട്ടികൾ തന്നെയാൽ എൻ്റെ ഉപ്പയാണ് ഫസ്റ്റ് മരിച്ചത്. ഇപ്പയാണ് ഏറ്റവും ചെറുത്. അപ്പോൾ 3 മൂത്താപ്പാരെ വീട് നമ്മളെ വീടിൻ്റെ അടുത്താണ്. ഒരു മൂത്താപ്പാൻ്റെ വീട് കുറച്ച് വിട്ടാട്ടോ. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പോകണില്ല, അടുത്തുള്ള മൂത്താപ്പാരെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. പിന്നെ നാത്തൂനും അനിയത്തിയും എല്ലാവരും ഉണ്ട്. അപ്പോൾ നാത്തൂന് പെരുന്നാളിൻ്റെ അന്ന് പോയിട്ടില്ല, ഓള് പിറ്റേ ദിവസമാണ് പോണത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റബ്ബർ തോട്ടവും അതേപോലെ തെങ്ങൻ തോട്ടമൊക്കെ താണ്ടി അങ്ങനെ പോവാട്ടോ. ഇങ്ങനെ നടന്നു പോണത് അല്ലെങ്കിൽ ഒരു വൈബ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നല്ല കാറ്റാട്ടോ. അപ്പോൾ നല്ല ചൂടല്ലേ, നല്ല കാറ്റുമാണ്. അതേപോലെ കുട്ടികൾക്കും തന്നെ ഒരു സന്തോഷമാണ് ഇങ്ങനെ എല്ലാവരും നടന്നു പോകുമ്പോൾ. അപ്പം ഉമ്മയുണ്ട് കേട്ടോ, ഉമ്മ നടന്നു പോരുന്നൊക്കെ ഉണ്ട്. ഉമ്മക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞതിനല്ലോ ഉമ്മക്ക് സുഖമില്ല എന്നൊക്കെ ഉള്ളത്. ഇപ്പം കുറവുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ റാഹത്ത് തന്നെയാണ്. പിന്നെ ഞങ്ങളവിടെ അല്ല, ഓനെ അതേപോലെ തന്നെ മിസ് ചെയ്യലുണ്ട്. അതേപോലെ കൂടുതൽ മിസ് ചെയ്യൽ നമ്മളെ ഉപ്പാനെയാണ്. ഇപ്പാക്കാണ് ഇതൊക്കെ ഇഷ്ടം, കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ പെരുന്നാൾ തെണ്ടി പോവുക ഭയങ്കര ഇഷ്ടമാണ് ഇപ്പാക്ക് ഈ ഒരു പരിപാടി കേട്ടോ. ഉപ്പാനെയും കൈ ഓടിച്ചാണ്ട് ഞങ്ങൾ ഈ പാടത്ത് കൂടെയൊക്കെ പോകണത് ഇങ്ങനെ ഓർമ്മ വരും. ഇങ്ങോട്ട് പോരുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഐസ്ക്രീമും അതേപോലെ ചോക്ലേറ്റും ഒക്കെ ഉണ്ടാവും. ഇപ്പാൻ്റെ നമ്മളിങ്ങനെ പറയാമല്ലോ, ഉമ്മാരും ഉപ്പാരും ഉണ്ടാകുമ്പോഴാണ് നമ്മളെ മക്കളെ സ്വർഗ്ഗം എന്ന് പറയില്ലേ, അത് ഏറ്റവും കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഓരോക്കെ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വേദനയൊക്കെ മനസ്സിലാവുള്ളൂ. എൻ്റെ ഉപ്പാനെ എനിക്ക് എപ്പോഴും ഓർമ്മ വരും കേട്ടോ. എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിൽ അങ്ങനെ നിൽക്കൽ തന്നെ അല്ല. അപ്പം നമ്മൾ നോമ്പിനും കൂടെ വന്നിട്ടില്ല. നോമ്പിന് പിന്നെ അമ്മ കുറച്ച് ദിവസം എൻ്റെ അടുത്തും കുറച്ച് ദിവസം അനിയത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ട് അങ്ങനെ തന്നെയും. അപ്പോൾ നോമ്പ് തുറക്കാനൊന്നും വന്നിട്ടില്ല. അപ്പോൾ പെരുന്നാൾക്ക് വന്നപ്പോൾ 2 ദിവസം അമ്മൻ്റെ ഒപ്പം നിൽക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാട്ടോ.
ഉമ്മാക്കും അതാണ് ഇഷ്ടം. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ വന്നാണ്ട് ഉമ്മാൻ്റെ അടുത്ത് നിൽക്കണം. അപ്പോൾ ഇപ്പം നമുക്ക് മക്കളൊക്കെ വലുതായില്ലേ, അവർക്കൊക്കെ ക്ലാസ്സും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എപ്പോഴും നിൽക്കാനും പറ്റൂല, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇപ്പം ഇനി എന്തായാലും വേണ്ടില്ല, 2 ദിവസം ഞാൻ വീട്ടിൽ നിൽക്കുന്നു ബാബുവിനോട് പറഞ്ഞാണ്ട് അങ്ങനെ പോകുന്നതാട്ടോ. മഞ്ജുമോൾക്ക് എക്സാമൊക്കെ ഉണ്ട്, പക്ഷേ എന്താ ഓൾക്ക് ഇവിടെ നിന്നും പോവാം എക്സാമിന്. ബുക്കൊക്കെ കൊണ്ടാട്ടോ പോന്നിട്ടുള്ളത്. അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം വീട്ടിലേക്ക് പോവും. അപ്പോൾ ഓർക്ക് ഇവിടെ നിന്ന് പഠിക്കാമല്ലോ. പിന്നെ അനിയത്തി ഇന്ന് പോവും പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം ഉച്ചക്ക് കേട്ടോ. ഇത് പെരുന്നാളിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ്. അന്നാണ് ഇപ്പോൾ ഈ മൂത്താപ്പാരെ വീട്ടിൽ കൂടെയൊക്കെ പോണത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെറിയ കുട്ടീനെ എടുത്താട്ടോ നടക്കുന്നത്. അപ്പോൾ ഓളെ കഥകളൊക്കെ എന്നോട് പറയുന്നുണ്ട്. ഓളെ കമ്മൽ പൊട്ടീനി, എന്നിട്ട് പുതിയ കമ്മൽ വാങ്ങിയിട്ടിക്കണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല എന്താ പറയുക, കുട്ടികളൊക്കെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അങ്ങനെ ഞങ്ങൾ മൂത്താപ്പാൻ്റെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ അവിടെ നിന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഒരു മൂത്താപ്പാൻ്റെ വീട്ടിൽ ചെന്നപ്പം വെള്ളമൊക്കെ കലക്കി തന്ന് അതൊക്കെ കുടിച്ചു. പിന്നെ വേറൊരു മൂത്താപ്പാൻ്റെ വീട്ടിലും കയറി. അപ്പോൾ അവിടെ നല്ല പഴുത്ത മാങ്ങ ഉണ്ടേനി കേട്ടോ, നല്ല മൂവാണ്ട മാങ്ങ. മൂത്താപ്പ പറിച്ചു വെച്ചതേനും. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അങ്ങൊക്കെ എടുത്തു തന്ന്. അങ്ങനെ എല്ലാവരും മാങ്ങയൊക്കെ തിന്ന് അവിടെ സിറ്റ് ഔട്ടിലിരുന്ന് കുറേ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന്. അപ്പോൾ മാങ്ങക്ക് നല്ല മധുരം എന്ന് പറയാനില്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ. മാങ്ങ പറിച്ചു വെച്ചതാണ്. ഈ കുരങ്ങന്മാരിങ്ങനെ എടുത്തെറിഞ്ഞിട്ട് പറിച്ചാണ്ട് എറിഞ്ഞിട്ട് മൂത്തതൊക്കെ നോക്കി പറിച്ചു വെച്ചതാണ് പറഞ്ഞത്. അങ്ങനെ മാങ്ങയൊക്കെ തിന്ന അവിടുന്ന്. പിന്നെ അതിൻ്റെ മേലെയാണ് കേട്ടോ വലിയ മൂത്താപ്പാൻ്റെ വീട്. അവിടെയാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. അപ്പോൾ അവിടെ അതേപോലെ കുറച്ച് നേരം ഇരുന്ന് മൂത്താപ്പാനെയൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് പിന്നെ അവിടുന്ന് പോന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ നടന്ന് പോന്നപ്പോഴേ വിമാനം പോണ കണ്ടപ്പം ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ്. വീഡിയോയിൽ കാണണമെന്നും ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ വീണ്ടും വീട്ടിലെത്തി. പിന്നെതാ എനിക്കൊരു ചുരിദാർ ഉണ്ടെന്നീനി കേട്ടോ, ചുരിദാർ ബിറ്റ് ഉണ്ടെന്നീനി ബാവു. കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് എടുത്തീനി, ബാവുനും അതേപോലെ ഡ്രസ്സ് എടുത്തീനി. അപ്പോൾ എനിക്കൊരു ചുരിദാർ ബിറ്റ് ഉണ്ടെന്നതേനി. അപ്പോൾ പെരുന്നാളായിട്ട് ഞാൻ ഒന്നും എടുത്തിട്ടില്ലല്ലോ പുതിയത്. അപ്പം ഇതാ അനിയത്തി ഇത് അടിച്ചു തരാം കേട്ടോ, എന്നെ ഞാൻ അടിച്ചു തരാറിനാണ്ട്. അപ്പോൾ ഞാനവിടെ കിടന്നുറങ്ങീനി. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അമ്മായിൻ്റെ കുട്ടികളൊക്കെ വന്നീനി. അപ്പോൾ ഓരോ ഒച്ചമുളിയൊക്കെ കെട്ടാണ്ട് അങ്ങനെ എണീറ്റ് വന്നത്. അപ്പോൾ ഓള് ചുരിദാർ വെട്ടാണ്. അങ്ങനെ ആ ചുരിദാറൊക്കെ അന്ന് രാത്രി തന്നെ അടിച്ച്. പിന്നെ എൻ്റെ ചെറിയ അമ്മായിയും കുട്ടികളൊക്കെ വന്നീനി. ഒരു രാവിലെ പോവുകയും ചെയ്തിട്ടോ. പിന്നെ ഇതാ ഉച്ചയായപ്പം എൻ്റെ വലിയ അമ്മായിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒക്കെ പറയാതുള്ള വരവാണ് കേട്ടോ. സാധാരണ ഫസ്റ്റത്തെ പെരുന്നാളിൻ്റെ അന്ന് ഞാനും അനിയത്തിയൊക്കെ വീട്ടിലെത്തും. പിന്നെ പിറ്റേ ദിവസം ഓരൊക്കെ വരലുണ്ട് കേട്ടോ. അമ്മായിൻ്റെ മക്കളും വലിയ അമ്മായിൻ്റെ 2 അമ്മായികളാണ് എനിക്കുള്ളത്. ഒന്ന് പാണ്ടിക്കാടാണ്, ഒന്ന് ചുള്ളിയോടാണ്. അപ്പോൾ 2 അമ്മായികളും മക്കളൊക്കെ വരലുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2ാം പെരുന്നാൾ ഇവിടെ കഴിക്കലാണ്. ഇപ്പോൾ പിന്നെ 6 നോമ്പാണ്, എന്നാലും നോമ്പൊന്നും ആർക്കും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഫുഡൊക്കെ കഴിക്കണം. അപ്പം ഇന്ന് ഉണ്ടാക്കിയ നാടൻ ഫുഡാണ് കേട്ടോ. കുറേ ദിവസമായില്ല ഇപ്പം നമ്മൾ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ ആയിട്ട് അങ്ങനെ പോകും. ശരിക്കും സാധാ ചോറ് കഴിച്ചിട്ട് കുറേ അയക്കണ്. പിന്നെ അത്താഴത്തിനും ഞാൻ ചോറ് അങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ. ബാബുവിനും കുട്ടികൾക്കൊന്നും ചോറ് വേണ്ട. അവർക്കൊക്കെ ചായക്ക് കടി എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അത് മതി. ചോറ് ഉണ്ടാക്കിയാലാണെങ്കിൽ ഞാൻ കഴിക്കും ചെയ്യും. അപ്പോൾ അത് മടിച്ചിട്ട് ഞാൻ അങ്ങനെ അധികം ഉണ്ടാക്കില്ല. അപ്പോൾ ഇന്ന് നല്ല വയറ് നിറച്ചനെ ചോറ് കഴിച്ചിട്ടോ. ഷുഗറൊന്നും നോക്കിയിട്ടില്ല. സാമ്പാർ ഉണ്ടായിനി, മോരുകറി ഉണ്ടായിനി, മീൻ പൊരിച്ചതും ചിക്കൻ പൊരിച്ചതും അതേപോലെ പയറുപ്പേരിയും അച്ചാറും ഒക്കെ ചമ്മന്തി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങൾക്ക് കൂട്ടിക്കുഴച്ച് കഴിച്ചപ്പോഴേ നല്ല ടേസ്റ്റും ഉണ്ടായിന് കേട്ടോ. അതല്ലെങ്കിലും അങ്ങനെയല്ലേ, നമ്മൾ കുട്ടികളും മക്കളൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ. പ്രത്യേകിച്ച് നമ്മളെ അമ്മമാരെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഫുഡാകുമ്പം അതിന് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവും. അപ്പോൾ അതേപോലെ അമ്മായിൻ്റെ മക്കളും ഞങ്ങളെല്ലാവരും സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടാട്ടോ കഴിക്കണത്. ടേബിളില്ലാത്ത പോലെ എല്ലാവരും സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി പോകുന്നൊക്കെയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.